ഈ അടുത്തിടെ മക്കളെ കൂട്ടി ഒരു ട്രിപ്പ് പോകാനിടയുണ്ടായി. വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ ഒപ്പം അവർ വരുന്നത്. കാരണം ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ആൺപിള്ളേർ അവർക്ക് അവരുടേതായ ഒരു ലോകം, ഫ്രണ്ട്സ്, അവരുടെ കൂടെ പോകാനാണ് താല്പര്യം. ഈവൻ നമ്മുടെ കൂടെ വന്നാലും നമ്മുടെ താല്പര്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾ കാണാനുള്ളതാകും, അല്ലെങ്കിൽ ഭക്ഷണം, എല്ലാത്തിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർ പറയുന്ന എപ്പോഴും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈവൻ ട്രിപ്പ് വന്നാൽ പോലും എൻജോയ് ചെയ്യില്ലല്ലോ, അവിടെ പോലും ഉപദേശം, നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ്, അഡ്വൈസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് അവർ മാറി നിൽക്കാറ്. ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലിയുടെ കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഒത്തിരി സമയം അവരുമായിട്ട് സംസാരിക്കാം. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ 4 hours 5 hours ഒക്കെ ഒരുമിച്ചാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും കുറേ കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടി. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും അവർ ഇൻഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ എടുക്കാതെയും ഒക്കെ. അതിലൊരു കാര്യം നോട്ട് ചെയ്ത് പ്രത്യേകമായിട്ട് ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പൊതുവേ പറയാറുണ്ട് അല്ലേ, അവരെ കണ്ടുപിടിക്കുക, ഇവരെ കണ്ടുപിടിക്കുന്നു. ഇതാണ് ഇവർക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ മക്കൾക്ക് അവർക്ക് അവരാവാനേ കഴിയൂ, അല്ലാതെ വേറൊരു വ്യക്തിയാവാനായിട്ട് ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവരിലുള്ള ക്യാരക്ടർ അത് എന്താണെന്ന് മനസ്സിലാക്കി അത് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവരിൽ ഉണ്ടാവുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ അവരുടെ തന്നെ പഴയ ക്യാരക്ടറുമായിട്ട് അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒന്നും കൂടി ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ, അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ, അമ്മ ഞാൻ ഇങ്ങനെ മാറിയില്ലേ, ഞാൻ അങ്ങനെ മാറിയില്ലേ. അപ്പോൾ അവരുടെ ഉള്ള ക്യാരക്ടറിൽ തന്നെ ഒരു കംപ്ലീഷൻ കൊണ്ടുവരാനായിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. എന്നിൽ ഇത്രയും ചേഞ്ച് വന്നുല്ലോ. അവർ തന്നെ സെൽഫ് അസസ് ചെയ്യും, അവർ തന്നെ അവരുടെ ക്യാരക്ടർ കണ്ടുപിടിക്കും. അതെനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ട് തോന്നി. അപ്പോൾ അവർ പറയുന്നത്, അമ്മ ഞങ്ങളുടെ സ്വഭാവം ഞങ്ങളെ ചൂണ്ടിക്കാണിച്ച് തന്നാൽ മതി, മറ്റുള്ളവരെ കണ്ടുപിടിക്കും എന്ന് പറയേണ്ട കാര്യം. ജോലിയുടെ തിരക്കിലും പലപ്പോഴും വീട്ടിലെ തിരക്കിലൊക്കെ ആയിട്ട് ഇവർ കുഞ്ഞായിരിക്കുമ്പോൾ പലപ്പോഴും ഇവരുടെ പല കാര്യങ്ങൾക്കും ശ്രദ്ധ കൊടുക്കാതെ പോയിട്ടുണ്ട്. അതിനുള്ള ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാതെ പോയി എന്നുള്ളത് ഇവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്ന് ഞാൻ ഡോറ് തുറക്കുമ്പോൾ അപ്പോൾ ഇവരുടെ ഹാർട്ട് ബീറ്റ് കൂടുമെന്നാണ് പറയുന്നത്. അത്രയും ടെററായിരുന്നു ഞാനത്രേ. പൊതുവേ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ മോശമായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻസിനെയാണ് കുറ്റപ്പെടുത്തുക, അതുകൊണ്ട് നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് നിൽക്കണം. ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെയും ചിന്ത. അതുകൊണ്ട് അവരുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന അവരുടെ കുറുമ്പുകളൊന്നും ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല എന്ന് തോന്നിപ്പോയി. പിന്നീട് പതുക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ബിഹേവിയറിലും പിന്നീട് പതുക്കെ ചേഞ്ചസ് വരാൻ തുടങ്ങി. നമ്മൾ അമ്മമാരാണല്ലോ പൊതുവേ കൂടുതൽ സമയം ഇവരുടെ കൂടെ ചിലവഴിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് എക്സ്പെക്റ്റേഷൻ അമ്മമാരിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇവർ പറയുന്ന വേറൊരു കാര്യം, അമ്മ പലപ്പോഴും അപ്പൻ പണിഷ് ചെയ്യുമ്പോൾ അപ്പനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു അത്രേ. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. ഞാൻ ശരിക്കും സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്തേക്കാൾ കൂടുതൽ ഞാൻ ഇവരുമായിട്ടുള്ള ആ യാത്ര, ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ചില സ്ഥലങ്ങൾ കാണാനായിട്ട് നമ്മൾ പോകുമ്പോൾ 5 to 6 hours ഒക്കെ വരെ നമുക്ക് യാത്രയുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും സംസാരിക്കാനൊക്കെ ഒത്തിരി ടൈം, എൻ്റെ മനസ്സും ഭയങ്കര ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് തോന്നിപ്പോയി നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത്. അതായത് നമ്മൾ തന്നെ, വേറെ ആരുമില്ലാതെ, വേറെ ഫ്രണ്ട്സോ അങ്ങനെയല്ല, നമ്മൾ തന്നെ ഫാമിലി എവിടെയെങ്കിലും എപ്പോഴും പോകണം. അപ്പോൾ ഇവരുമായിട്ട് കൂടുതൽ ക്ലോസ് ആവാനും നമ്മുടെ മനസ്സ് ഫ്രീ ആവുകയും ഇവർ പറയുന്നത് ആ എടുക്കേണ്ട രീതിയിൽ എടുക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകും. പ്രത്യേകിച്ച് അമ്മമാരിൽ നിന്ന് ഇവർക്ക് എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ ആണ്. കാരണം അമ്മമാരാണ് കൂടുതൽ ടൈം അവരായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ ആ തലത്തിൽ, ആ ഒരു ഏജിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവും. എല്ലാത്തിൽ നിന്നും കുക്കിംഗ് ഒന്നുമില്ലാതെ നമ്മുടെ മനസ്സ് ഭയങ്കര ഫ്രീ ആയിരിക്കും. ഇപ്പോൾ എപ്പോഴും എവിടെ ചെന്നാലും ഇവരുടെ കൂടെ ഞാനും കൂടണമായിരുന്നു. അപ്പോൾ സ്നോയിൽ കളിക്കാൻ പോകുമ്പോഴും എന്നെ വലിച്ച്, അപ്പോൾ ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കും. അപ്പോൾ വലിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു, ഓഫ് കോഴ്സ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ അവരും നമ്മളോട് കൂടുതൽ ക്ലോസ് ആവുള്ളൂ എന്ന്. ആ പിടിച്ച് കിട്ടിയിരിക്കുന്ന മനസ്സൊക്കെ ഒന്ന് റിലീസ് ചെയ്ത്, എന്നാലും ആവും എനിക്കും കുറേ കാര്യങ്ങളൊക്കെ പിള്ളേരുടെ ഒപ്പം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് നമ്മളും അവരുടെ കൂടെ അങ്ങ് കൂടുക. പിന്നെ ഇവരൊരു ഏജിൽ, അതായത് 20 to 23 ഒക്കെ ആ ഒരു ഏജിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും. നമുക്ക് റെസ്പോൺസിബിലിറ്റി, അതായത് കൊച്ചുകുട്ടികളായിരിക്കും, നമ്മൾക്കായിരിക്കുമല്ലോ റെസ്പോൺസിബിലിറ്റി. ഇവരാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.